രാവിലെ തന്നെ മുടിവെട്ടിയ സംഘടത്തിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഈ കുരിപ്പ് വാലാടിക്കുമ്പോൾ അത് എന്നെ വെറുപ്പിച്ചാണിരിക്കും. ഓളിന്ന് മോട്ടറാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓളെ കല്യാണമാണ് നാളെ കേട്ടിട്ടാണ് ഈ കാട്ടിനെ. അത് കഴിഞ്ഞപ്പോൾ ഓള് കുറെ മഞ്ഞവളെ കിട്ടു വന്നിരിക്കണം. ഓളെ ഇൽമുകൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ കല്യാണമാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു സാധനത്തിന്റെ പേരിൽ നിർത്തിയിട്ട് ഇവിടെ ഉള്ള ക്ലാസ്സിനൊന്നും പറഞ്ഞ് പഠിച്ചാൻ വയ്ക്കുക. ഓളെടുക്കാനാണ് ഞാൻ ഈ പോണേ. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ നെറുവിലാണ് ഇവിടെ ക്ലാസ്. അങ്ങനെ ഞാൻ അതിനെ എടുത്ത് പെരി പോന്നു. പെരിയിലെത്തിയപ്പോഴേക്കും ഇമ്മാരെ സ്നേഹം കൊണ്ടുമ്പോൾ ചോറും കറിയൊക്കെ എടുത്തു. ഇത് പിന്നെ അപ്പുറത്തെ പെരിയത്തതാ. ഇവിടെ മീൻ പൊരിച്ചിട്ട് മണം കിട്ടി അപ്പോൾ ഇവിടെ എത്തും. ഈറ്റേന് ചീറിങ്ങി നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോന്നു. വേറെന്തിനല്ല അവന്റെ കുട്ടിനെ കാണാനാണ്. അവന്റെ കുട്ടിനെ കാണാൻ ചെന്നിട്ടില്ലെങ്കിൽ ഓള് ചോറുന്നില്ലെന്ന് പറഞ്ഞു. ഓനോളെ കാണാൻ പോയ ഗ്യാപ്പിൽ ഞാൻ മലപ്പുറത്തേക്കുള്ള ബസ്സിനാണ് കയറി. കുറെ കാലത്തിന് ശേഷം ബസ്സിൽ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ടാവും. നമ്മൾ ഏറ്റവും ബാക്കത്തെ സീറ്റിലാണ് പോയിരുന്നത്. അതുകൊണ്ട് എന്താ ചാട്ടത്തിനൊരു കുറവുണ്ടാകുന്നില്ല. ഈ അണ്ടിപ്പരിപ്പ് ചെവി തിരികെച്ചിരിക്കണോനാണ് എന്റെ അപ്പുറത്ത് ഉണ്ടാകുന്നത്. ഓനക്ക് ബസ് എങ്ങനെ കുലുങ്ങിയാലും അറിയില്ല. അണ്ടി പറഞ്ഞിരിക്കാൻ ആളില്ലാത്ത സങ്കടത്തിന് ഞാൻ ഇപ്പുറത്തേക്ക് ഇരിഞ്ഞു നോക്കതാ. ഇപ്പുറത്ത് ഇരിഞ്ഞു നോക്കുമ്പോൾ ബായോന്റെ പെണ്ണുങ്ങളെ കുറിച്ച് ഒരേ ചൂടാ. അത് കഴിഞ്ഞ് വേറെ ഒന്ന് കയറി വന്നു. അത് അതിനേക്കാട്ടിലും വലുത്. അപ്പോൾ നമ്മളെ ചേച്ചി ടിക്കറ്റ് എടുക്കാൻ വന്നു. ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ നമുക്ക് സൈഡ് സീറ്റ് കിട്ടി. ഞാൻ മലപ്പുറത്ത് എത്തിയപ്പോഴേക്കും നേരം മൂന്നിയായിരുന്നു. പിന്നെ കൂട്ടന്റെ ചങ്ങായി വന്നു. പിന്നൊന്നും നോക്കിയില്ല. ഞങ്ങൾ നേരെ ചെരുപ്പടി മലയുടെ കയറി. ഇവിടെ വന്നിരുന്നതിന് എയർപോർട്ടിന്റെ റൺവേ വിമാനം ഇറങ്ങണൊക്കെ കറക്റ്റായി കാണാം. അത്